വന്ദനാദാസിന്റെ ഓർമ്മയ്ക്ക് 1 വയസ്സ്. കേരളത്തെ ഞെട്ടിച്ച കൊടും ക്രൂരതയുടെ ഓർമ്മപ്പെടുത്തലാണ് വന്ദനാദാസ് കൊലപാതകം. വൈദ്യപരിശോധനയ്ക്ക് പോലീസ് എത്തിച്ച പ്രതി സന്ദീപിന്റെ ആക്രമണത്താലാണ് വന്ദനാദാസ് കൊല്ലപ്പെടുന്നത്. വന്ദനയുടെ വേർപാട് ഇപ്പോഴും വിശ്വസിക്കാനാവാതെ കഴിയുകയാണ് അച്ഛൻ മോഹൻദാസും അമ്മ വസന്തകുമാരിയും. മകളുടെ കൊലപാതക കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ അടക്കം നിയമപോരാട്ടം നടത്തിയിരുന്നു മാതാപിതാക്കൾ. ജോലിക്കിടെ കൊല്ലപ്പെട്ട വന്ദനയുടെ അനുഭവം ആരോഗ്യപ്രവർത്തകരുടെ സുരക്ഷ സംബന്ധിച്ച വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചത്. തുടർന്ന് ആരോഗ്യപ്രവർത്തകർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി 2012 ആശുപത്രി സംരക്ഷണ നിയമം കാതലായ പരിഷ്കാരങ്ങളോടെ ഭേദഗതി വരുത്തി നിയമമാക്കി. വന്ദനയുടെ ഓർമ്മകൾക്ക് 1 വയസ്സാകുമ്പോൾ കടുപ്പം കുറിച്ച് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ്. നമ്മുടെ ആരോഗ്യപ്രവർത്തകർ സുരക്ഷിതരോ? നമ്മോടൊപ്പം ചർച്ചയിൽ അഡ്വക്കേറ്റ് അഷ്കർ, ഡോക്ടർ അശ്വതി സോമൻ, വിപിൻ ചാണ്ടി എന്നിവർ ചേരുന്നു. ആദ്യം ഡോക്ടർ അശ്വതി സോമനിലേക്ക് പോവാണ്. ഡോക്ടർ, ഇത്തരത്തിൽ വന്ദനയുടെ കൊലപാതകത്തിന് ശേഷം നിയമം വരുന്നു, കുറച്ചും കൂടി ശക്തമായി തന്നെ സർക്കാരും നമ്മുടെ നിയമങ്ങളൊക്കെ അതിനെ നോക്കിക്കാണുന്നു. ഇപ്പോൾ എന്താണ് ഈ ഒരു അവസ്ഥ? മുമ്പുണ്ടായിരുന്ന വന്ദനദാസിന്റെ ഒരു കൊലപാതകത്തിന് മുമ്പും ശേഷവും ഇത്തരത്തിൽ ആരോഗ്യ പ്രവർത്തകർ, ഡോക്ടർമാരായിക്കോട്ടെ നഴ്സുമാരായിക്കോട്ടെ, നിങ്ങൾക്ക് നേരെ വരുന്ന ഒരു അതിക്രമങ്ങൾ എങ്ങനെയാണ്? നമസ്കാരം. ഈ ഒരു അതിക്രമം എന്ന് പറയുമ്പോൾ ഒരു മരണത്തിലേക്ക് നയിക്കുന്ന അതിക്രമം എന്ന് മാത്രം അർത്ഥപ്പെടണമെന്നില്ല. അതായത് ഒരു വേർബൽ അബ്യൂസ്, നമ്മളൊരു OP-യിൽ വന്നു കഴിഞ്ഞാൽ ഒരു കുറച്ചു നേരം ക്യൂ നിൽക്കേണ്ടി വന്നു ഒരാൾക്ക് എന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഒരു ഡോക്ടറെ അടുത്തെത്തുമ്പോൾ ചിലപ്പോൾ വളരെ ധിക്കാരപരമായിട്ടായിരിക്കാം സംസാരിക്കുന്നത്. അങ്ങനെ ഒരു വേർബൽ അബ്യൂസ് മുതൽ വളരെ സീരിയസ് ആയ രീതിയിൽ കയ്യേറ്റം വരെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോ വന്ദനാദാസിന്റെ ഒരു മരണം വന്നപ്പോഴാണ് പലർക്കും കണ്ണ് തുറന്നത്. അപ്പൊ ആ ഒരു ടൈമില് ഒരു സ്റ്റഡി നടത്തിയിരുന്നു. ഒരു 1948 റെസ്പോൺസിൽ വെച്ച് നോക്കിയ സമയത്ത്, റെസ്പോണ്ടൻസിനെ വെച്ച് നോക്കിയ സമയത്ത് ഒരു 67-66% ഡോക്ടർമാരും വളരെ വലിയ രീതിയിലുള്ള വയലൻസിന് ഇരയായിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതും പലപ്പോഴും രാവിലെ സ്വന്തം OP-യിൽ വെച്ചിട്ടാണ് ഇത് നടന്നിട്ടുള്ളത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത് ചിലപ്പോൾ രോഗികളാവാം, രോഗികളുടെ കൂട്ടിരിപ്പുകാരാവാം, അല്ലെങ്കിൽ ഒന്നുമില്ലാണ്ട് വഴിയിൽ കണ്ടു നിൽക്കുന്ന കാണികളാവാം. അങ്ങനെ പലർക്കും എന്ത് വേണമെങ്കിലും തട്ടിക്കയറാന്നുള്ള ഒരു അവസ്ഥയിലാണ് ഡോക്ടർമാരുടെ അവസ്ഥ നിൽക്കുന്നത്. പല കാരണങ്ങൾ ഉണ്ടെങ്കിൽ കൂടി ഒരു കൊലപാതകം നടന്നു, ഒരു പ്രശ്നം നടന്നു എന്നുള്ളതിന്റെ ഒരു ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് എന്നുള്ള രീതിയിൽ കുറച്ചൊക്കെ ഒരു സുരക്ഷിതവും ഇല്ലെങ്കിൽ ഒരു ഫീലിംഗും പലരുടെ അടുത്തും വരാം. പക്ഷെ എന്നാൽ പോലും ഇപ്പോഴും നമ്മുടെ ആശുപത്രികളിൽ ഒരു പോലീസ് ചെക്ക് പോസ്റ്റുകൾ വന്നിട്ടില്ല. വരുന്ന സെക്യൂരിറ്റിമാരാണെങ്കിലും ബാക്കിയുള്ളവരാണെങ്കിലും നമുക്കൊരു പ്രശ്നം വന്നാൽ നമ്മളെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റും എന്ന് ഡോക്ടർമാർക്ക് ഒരു വിശ്വാസം വരുന്ന രീതിയിലുള്ള ആൾക്കാർ വന്നിട്ടില്ല. ചെറിയൊരു രീതിയിൽ തന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു ചെറിയൊരു പ്രശ്നം വന്നാൽ തന്നെ അതിനെ എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ളൊരു പ്രോട്ടോകോൾ ഇൻ ദ ഹോസ്പിറ്റൽ നമുക്ക് വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ പലതും ഇനിയും ചെയ്യാനുള്ള ഒരവസ്ഥയിലാണ് കേരളത്തിലേന്നല്ല, ഇന്ത്യയിലെ എല്ലാ ഡോക്ടർമാരും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഡോക്ടർക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? രോഗിയിൽ നിന്നോ അല്ലെങ്കിൽ രോഗിയുടെ കൂടെ വരുന്നവരിൽ നിന്നോ ഇത്തരത്തിൽ ഒരു മോശപ്പെട്ട അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പലപ്പോഴും തെറ്റിദ്ധാരണ എന്നുള്ള രീതിയിലാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഉണ്ടായത്, ഒരു രോഗി വന്ന് അവർ കുറച്ചു നേരം കാത്തു നിൽക്കേണ്ടി വന്നു. അവരുടെ OP നമ്പർ വാസ് അറൌണ്ട് 120 ആ റേഞ്ചിലായിരുന്നു. അപ്പൊ രാവിലെ വന്ന് ആ തിരക്ക് എടുത്തു കഴിഞ്ഞാൽ എന്തായാലും എടുത്തു കഴിഞ്ഞ ഒരു 1-1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണാൻ പറ്റുള്ളൂ, അത്രയും ഒരു OP ആ നമ്പർ ഉണ്ടെങ്കിൽ. അപ്പൊ അവർ കുറെ നേരം കാത്തു നിൽക്കേണ്ടി വന്നു OP-യുടെ പുറത്ത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവര് വിജിലൻസിനെയും DMO-നെയും ബാക്കി എല്ലാവരും വിളിച്ചു പറഞ്ഞിരിക്കണം, ഡോക്ടറെ കണ്ടാലേ ആശുപത്രിയിൽ നിന്ന് മരുന്ന് തരുള്ളൂ എന്നാണ് ഡോക്ടർ പറയുന്നത്. ഇത്തരത്തിൽ രോഗികളുടെ ഭാഗത്തു നിന്നൊക്കെ ഇത് ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് സുരക്ഷാ ജീവനക്കാര്, നമ്മളെ സെക്യൂരിറ്റി ഒന്നും ചിലപ്പോൾ അടുത്ത് ആരും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അത്തരം സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് ഇതിനെ നമ്മൾ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക? ഓടി രക്ഷപ്പെടുക എന്നല്ലാണ്ട് പ്രത്യേകിച്ച് നമ്മൾ ആ ഒരു സിറ്റുവേഷൻ അനലൈസ് ചെയ്യണം ആദ്യം. ഇപ്പോ വേറൊരു പേഷ്യന്റ് ഇപ്പൊ വന്നത്, ആ പേഷ്യന്റ് ആരുടെയോ ഒരു പുസ്തകമായിട്ടാണ് വന്നത്, NCD പുസ്തകം എന്ന് പറയും. അവര് ടെസ്റ്റ് ചെയ്തതോ ഈ വ്യക്തിയുടെ യാതൊരുവിധ ടെസ്റ്റ് രേഖകളും ഇല്ലാണ്ട് മരുന്ന് തരണം ഡോക്ടർ എന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് മരുന്ന് എഴുതാൻ ബുദ്ധിമുട്ടാണ്, നിങ്ങൾ ആളെ കൊണ്ടുവരൂ, ആളെ പരിശോധിച്ചിട്ടല്ലേ മരുന്ന് തരണമെങ്കിൽ ആളുടെ രക്തപരിശോധന നടത്തിയ റിപ്പോർട്ട് വെച്ചിട്ടല്ലേ മരുന്ന് തരണ്ടേന്ന് പറഞ്ഞപ്പോ അവര് വേഗം DMO-നെ വിളിക്കുകയാണ് ചെയ്തത്. DMO-ന്ന് എനിക്ക് കോള് വന്നു. അപ്പൊ ഒരു ഭീഷണിപ്പെടുത്തുന്ന സ്ഥലത്തിലെങ്കിലും ഞാൻ മരുന്ന് എഴുതി കൊടുക്കണം എന്നാണ് ആ രോഗി ഉദ്ദേശിക്കുന്നത്. അപ്പോ ആളെ കാണാതെ എങ്ങനെയാ നമ്മൾ മരുന്ന് എഴുതാം?
അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ ആ സിറ്റുവേഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടുന്ന് മാറാൻ വേണ്ടി ശ്രമിക്കും. ചില സമയത്ത് ഒപിന്ന് നമുക്ക് എഴുന്നേറ്റ് പോരുക എന്നുള്ളത് ഒരു പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഇങ്ങനെ ഒരു പേഷ്യന്റിനെ വിചാരിച്ച് നമ്മൾ എണീറ്റ് പോകുമ്പോൾ പുറത്തിരിക്കുന്ന 4 ആ ഡോക്ടർ സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് പോയി എന്നായിരിക്കും അവരതിനെ ധരിക്കുക. ഒരു വല്ലാത്തൊരു എന്താ പറയാ കലുഷിതമായ അവസ്ഥയിലാണ് എല്ലാ ദിവസവും നമ്മൾ ജോലി എടുക്കേണ്ടി വരുന്നത്. ബട്ട് സ്റ്റിൽ ദെൻ നമ്മുടെ കൂടെയുള്ള ആൾക്കാരും എല്ലാവരും കൂടി ഒന്നിച്ച് നിൽക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് അവിടുന്ന് ചെറിയ രീതിയിലൊക്കെ ആ ഒരു സ്ഥലത്ത് നിന്ന് മാറാനും പിന്നീട് അവരുടെ ഒരു ദേഷ്യം അല്ലെങ്കിൽ ആ പെട്ടെന്നുണ്ടായ ഒരു ആക്രോശം ഒന്ന് തണുക്കുന്ന സമയത്ത് അവരോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനും ശ്രമിക്കാൻ വേണ്ടി നോക്കാറുണ്ട്. അതിൽ കൂടുതലായിട്ട് ഇപ്പോ കരാട്ടെ പഠിക്കാന്നല്ലാണ്ട് വേറെ ഒന്നും നമുക്ക് പറയാനില്ല. ഓക്കെ, അഡ്വക്കേറ്റ് അഷ്കറിലോട്ട് വരാം. ഇത്തരം ഇപ്പോൾ 2012 നിയമം ഭേദഗതി ചെയ്തിട്ടാണ് കൂടുതൽ ശക്തമായ നിയമമായി വന്നത്. ഈ നിയമത്തിൽ, പുതുതായി വന്ന നിയമത്തിൽ എന്തൊക്കെ പരിരക്ഷകളാണ് ഇത്തരം ആരോഗ്യ പ്രവർത്തകർക്കുള്ളത്? ആദ്യത്തെ നിയമത്തിൽ ഡോക്ടർമാർ, നഴ്സുമാർ മാത്രമാണെങ്കിൽ ഇപ്പോൾ ആംബുലൻസ് ഡ്രൈവർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകർ, ആ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നിയമപരിരക്ഷ നൽകുന്നുണ്ട്. അപ്പം പുതിയ നിയമം എന്തൊക്കെയാണ്? ഇത്തരം പ്രതികൾക്ക് നമുക്ക് കൊടുക്കാവുന്ന ശിക്ഷകൾ എന്തൊക്കെയാണ് പുതിയ നിയമത്തിൽ പറയുന്നത്? ഓക്കെ, നമസ്കാരം. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? യെസ്, പറഞ്ഞോളൂ. ഡോക്ടർമാരുടെ കാര്യത്തിൽ നമ്മളൊക്കെ കൺസേൺഡ് ആണ്. ഇപ്പൊ നമ്മുടെ നേരത്തെ സംസാരിച്ച ഡോക്ടർ അശ്വതി സോമന്റെ വാക്കുകളിൽ നിന്ന് തന്നെ എത്രമാത്രം ഭീതിയിലാണ് ഈ ഒരു സമൂഹം മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചിത്രം വ്യക്തമാണ്. അപ്പൊ ഇത്തരം സാഹചര്യത്തിലാണ് നമ്മളുടെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ആശുപത്രി സംരക്ഷണ നിയമം 2012 കേരള സർക്കാർ പാസ്സാക്കിയിട്ടുള്ള ഒരു നിയമമുണ്ട്. പക്ഷെ ആ നിയമം എത്രത്തോളം നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ആ നിയമം ഇവിടുത്തെ ഡോക്ടേഴ്സിനും അല്ലെങ്കിൽ ആരോഗ്യ രംഗത്തുള്ള ആളുകൾക്കും വേണ്ട രൂപത്തിലുള്ള പരിരക്ഷ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്. അങ്ങനെയാണ് ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകം സംഭവിക്കുന്നതും അതിന്റെ അനുബന്ധമായിട്ട് സർക്കാർ ഒരു എടുക്കപ്പെട്ട രൂപത്തിൽ ഒരു ഓർഡിനൻസ് പാസ്സാക്കിയതും ഈ ആരോഗ്യം, ഡോക്ടേഴ്സിന്റെ ആരോഗ്യം അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ വെൽബീങ് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പൊ അത്തരത്തിലൊരു ഭേദഗതി നടപ്പിലാക്കുക മാത്രമല്ല, മുമ്പുണ്ടായിരുന്ന നിയമത്തില് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ നഴ്സുമാര് അതുപോലെ തന്നെ അവിടെ ഉണ്ടാവുന്ന നഴ്സിംഗ് സ്റ്റുഡൻസ് ഒക്കെയാണ് ഇതിലുണ്ടായിരുന്നത്. ഈ ഒരു നിയമത്തിന്റെ കീഴിൽ പരിരക്ഷ കിട്ടുന്ന സമൂഹമായിട്ടുണ്ടായിരുന്നത് ഇത്തരം ആളുകളായിരുന്നു. ഈ നിയമത്തിൽ കഴിഞ്ഞ വർഷം ഭേദഗതി വന്നതോടുകൂടെ ഇതിലേക്ക് പാരാമെഡിക്കൽ സ്റ്റുഡൻസ്, ബാക്കിയുള്ള സേഫ്റ്റി മീൻസ് സെക്യൂരിറ്റി ഗാർഡ്, അത്തരത്തിലുള്ള ആ ഒരു മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ തരം ആളുകളും ഈ ഒരു നിയമത്തിന്റെ പരിരക്ഷയ്ക്ക് ചുവട്ടിൽ വന്നു എന്നുള്ളത് വലിയൊരു, എന്റെ അഭിപ്രായത്തിലൊരു മുന്നേറ്റം തന്നെയാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു മുന്നേറ്റം സാധ്യമാകണമെന്നും ഓടി രക്ഷപ്പെടലോ കരാട്ടെ പഠിക്കലോ ഒന്നും അല്ല, നമ്മുടെ നിയമത്തെ തന്നെ അവലംബിച്ചുകൊണ്ട്, നിയമത്തെ തന്നെ നമ്മുടെ ഒരു പരിചയമാക്കി മാറ്റിക്കൊണ്ട്, ഈ നിയമത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഇനിയുള്ള കാലത്ത് ഡോക്ടേഴ്സിൻ്റെതായാലും അല്ലെങ്കിൽ ഈ മേഖലയിലുള്ള സർവ്വ ആളുകൾക്കും മുമ്പോട്ട് പോകാനുള്ള ഒരു നിയമം അല്ലെങ്കിൽ ആ നിയമത്തിന്റെ ഒരു സ്വഭാവം ഇവിടെ ഉണ്ടാവണം എന്നാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. മാത്രമല്ല, ഈ നിയമത്തിന്റെ ഒരു മാറ്റത്തെക്കുറിച്ച്, ഭേദഗതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ ഔട്ട് പോസ്റ്റുകൾ സ്ഥാപിക്കൽ മാത്രമല്ല, ഒരുപാട് ശിക്ഷയുടെ കാലാവധി കൂട്ടിയിട്ടുണ്ട്. ആ കാലാവധി കൂട്ടിയത് മാത്രം പിന്നെ ഈ നമ്മുടെ സേഫ്റ്റി മെഷേഴ്സ് ഇൻസ്പെക്ടർ അന്വേഷിക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാം കൊണ്ടും ഒരു അനുയോജ്യമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള എഫക്ട് ഉണ്ടാക്കും എന്ന് തന്നെയാണ് ഉറച്ചു വിശ്വസിക്കുന്നത്. നമുക്ക് വിപിൻ ചന്ദ്രനിലോട്ട് വരാം. ഇപ്പം ഡോക്ടർമാരെ പോലെ തന്നെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഇത്തരത്തിൽ രോഗികളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നൊക്കെ പലപ്പോഴും വാക്കാലും ഇതിലൊക്കെ പല മോശപ്പെട്ട അനുഭവം നേരിടേണ്ടി വരുന്നവരാണ് നഴ്സുമാർ. അപ്പോൾ വിപിൻ ചന്ദ്രൻ, താങ്കളുടെ ഒരു അനുഭവം പറയാമോ? ഇത്തരത്തിൽ നടന്ന ഒരു മോശപ്പെട്ട ഒരു അനുഭവം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെയാണെങ്കിൽ ഡോക്ടർ വന്ദനാദാസിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ വിഷമത്തോടുകൂടി തന്നെ നമസ്കരിക്കുന്നു. പിന്നെ സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വന്ദനാദാസിന് ഈ അപകട മരണത്തിന് ശേഷം തന്നെ മാർച്ച് 2024 മാർച്ച് 22 തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ വന്നിട്ട് മദ്യപിച്ചു വന്നിട്ട് ഒരു ബൈസ്റ്റാൻഡർ, രോഗിയുടെ കൂടെ വന്നിരിക്കുന്ന ആള് വന്നിട്ട് ആരോഗ്യ പ്രവർത്തകരായിട്ടുള്ള ഒരു നേഴ്സിനെ വന്നിട്ട് ആക്രമിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഡോക്ടർ പറഞ്ഞായിരുന്നല്ലോ, ഡോക്ടർ മുഹമ്മദ് സാർ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ പല നിയമങ്ങളും ഇപ്പം വീണ്ടും റീബിൽഡ് ചെയ്ത് 7 വർഷം
ഈ ഇംപ്രിസൺമെന്റും അതുപോലെ തന്നെ 5 ലക്ഷം രൂപ ഫൈനും ഒക്കെ ആണെങ്കിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ ഡോക്ടർ വന്ദനദാസിന്റെ ഈ സംഭവത്തിന് ശേഷം ഒത്തിരി മാറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. അപ്പൊ ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷന്റെ കീഴിൽ ഓരോ മെഡിക്കൽ കോളേജിലും നല്ല വെൽ എക്വിപ്ഡ് ആയിട്ടുള്ള പോലീസ് എയ്ഡ് പോസ്റ്റും സെക്യൂരിറ്റി വിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം എൻ്റെ അടുത്ത് പല സെക്യൂരിറ്റിമാരും അവരുടെ സങ്കടം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് വന്നിട്ട് ഒരു പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡർ ഏതെങ്കിലും സ്റ്റാഫിനെ ആക്രമിക്കുകയോ എന്തെങ്കിലും ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ പിടിച്ചു മാറ്റാനൊക്കെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വന്നിട്ട് ആവശ്യമില്ലാതെ വേറൊരാളെ തൊടാനോ പിടിക്കാനോ പിടിച്ച് തള്ളി മാറ്റാനോ അങ്ങനെയൊന്നുള്ള അധികാരങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവരിപ്പോ അങ്ങനെങ്കിലും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി വന്നിട്ട് മനുഷ്യാവകാശത്തിലോ വല്ലതും പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഈ സെക്യൂരിറ്റി പിടിച്ചു മാറ്റാൻ പോയ സെക്യൂരിറ്റി വന്നിട്ട് അതിന് പിറകെ കോടതി കയറി ഇറങ്ങി നടക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ അത് ഭയന്ന് സെക്യൂരിറ്റിമാര് പലതും വന്നിട്ട് ഒരു പ്രശ്നത്തിലുമാണെങ്കിൽ ഇടപെടാതെ മാറി നിൽക്കും. അപ്പൊ അവര് മനുഷ്യർ തന്നെയല്ലേ, അവര് മാറി നിൽക്കും. അപ്പം സെക്യൂരിറ്റിമാർക്ക് കൂടുതലായിട്ടുള്ള പവറും കാര്യങ്ങളും കൊടുക്കണം. അപ്പൊ അങ്ങനത്തെ രീതിയിലാണെങ്കിൽ ലോകള് ആക്ടുകളൊക്കെ അമെൻഡ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ അടുത്ത കാലത്ത് DHSന്റെ കീഴിലുള്ള താലൂക്ക് ആശുപത്രി, ജില്ലാ ആശുപത്രി, മറ്റുള്ള ആശുപത്രികളിലൊക്കെ ഇപ്പൊ ഈ മെഡിക്കൽ കോളേജിൽ എയ്ഡ് പോസ്റ്റ് ഉള്ളത് പോലെ തന്നെ അവിടെയും എയ്ഡ് പോസ്റ്റും റൗണ്ട് ദ ക്ലോക്ക് വന്നിട്ട് പോലീസ് എയ്ഡ് പോസ്റ്റ് നിർബന്ധമാക്കണം. കറക്റ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി സ്ക്രൂട്ടിനി, ചെക്കപ്പ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ പേഷ്യന്റെ കൂടെ ഉള്ളവരെ വന്നിട്ട് വിസിറ്റും കാര്യങ്ങളും ഒക്കെ നടത്താവൂ. കാര്യം നിരവധി നഴ്സുമാരാണ് ആക്രമിക്കപ്പെടുന്നത്. ഇപ്പം മുമ്പ് ഡോക്ടർ അശ്വതി സോമൻ പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു ആക്രമണം വരുമ്പോൾ ഓടുക എന്നുള്ളതല്ലാതെ വേറൊന്നും നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മുടെ കൂടെ 3-4 സ്റ്റാഫെങ്കിലും കൂടെ വേണം. അപ്പൊ നമ്മൾ സെക്യൂരിറ്റിമാർക്ക് വ്യക്തമായിട്ടുള്ള അധികാരങ്ങളും കാര്യങ്ങളും കൊടുക്കണം. അതുപോലെ തന്നെ ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ച് ഈ 7 വർഷം ഇംപ്രിസൺമെന്റും 5 ലക്ഷം രൂപ ഫൈനും വന്ന പുതിയ നിയമം ഡോക്ടർ വന്ദനദാസിന്റെ ആക്രമണത്തിന് ശേഷമാണ് അത് വന്നിരിക്കുന്നത്. അതനുസരിച്ച് SI റാങ്കിന് കീഴെ അല്ലാത്ത ഒരു ഓഫീസർ വേണം ഈ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു വെർബൽ അബ്യൂസ് പോലും ആണെങ്കിൽ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അന്വേഷിക്കേണ്ടതും 60 ദിവസത്തിനുള്ളിൽ അതിന്റെ തീർപ്പാക്കുകയും ചെയ്യേണ്ടത്. പക്ഷെ അങ്ങനൊക്കെ ഏതെങ്കിലും ആശുപത്രി നടക്കുന്നതായിട്ട് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ നിയമങ്ങൾ ഒത്തിരി ഉണ്ടെങ്കിലും അത് സുതാര്യമായിട്ട് നടപ്പിലാകപ്പെടുന്നില്ല. അപ്പം ആ നിയമങ്ങൾ നടപ്പിലാക്കിയാൽ മാത്രമേ ആൾക്കാർക്ക് ഒരു ഭയം ഉണ്ടാകത്തുള്ളൂ. ഇതുപോലൊന്നും സൗദിയിലോ മറ്റു രാജ്യങ്ങളിലോ ഉണ്ടാകുന്നില്ലല്ലോ. കാര്യം എന്ന് പറഞ്ഞാൽ ശിക്ഷ കടുപ്പിച്ചാൽ മാത്രമേ ആരോഗ്യ പ്രവർത്തകർക്ക് സുഗമമായിട്ട് നമ്മുടെ ഈ കേരളത്തിൽ ജോലി ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. എന്താണ് വന്ദനദാസിന്റെ മരണത്തിന് ശേഷം കുറെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും ശരിക്കും ഒരു ഭയങ്കര ഒരു ഇതിലാകണമെങ്കിൽ ശരിക്കും നിയമം വന്നിട്ട് പ്രാബല്യത്തിലാകണം. അധികാരങ്ങളും സെക്യൂരിറ്റിക്കൊക്കെ കുറച്ചുകൂടെ ഒരു ഇത് കൊടുക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അഡ്വക്കേറ്റ് അഷ്കറിലേക്ക് മടങ്ങി വരാം. ഡോക്ടർ വന്ദനദാസിന്റെ കുടുംബം ഇപ്പോഴും നീതി കിട്ടിയിട്ടില്ല എന്ന് ഉറച്ചു വിശ്വസിച്ച് മേൽക്കോടതികളെയൊക്കെ സമീപിക്കാനുള്ള ഒരു ഒരുക്കത്തിലാണ്. അപ്പൊ എന്താണ് ആ ഒരു കാര്യത്തിലുള്ള പ്രതികരണം? നിലവില് ഇപ്പം ഹൈക്കോടതി കുറ്റപത്രം സമർപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു കുറ്റപത്രം സമർപ്പിച്ച് കഴിഞ്ഞിട്ടുള്ള കേസിൽ CBIക്ക് അത് അന്വേഷണം ഫോർവേഡ് ചെയ്യുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള ഒരു സംഗതിയല്ല. നിലവിലെ അന്വേഷണം വളരെ ഫലപ്രദമായിട്ട് തന്നെ അന്വേഷിക്കപ്പെടുകയും അതിന്റെ കുറ്റപത്രം സമർപ്പിക്കപ്പെടുകയും അതിന്റെ ബാക്കി പ്രൊസീജിയേഴ്സ് കോടതിയിൽ നടക്കുകയും ചെയ്യുന്ന സമയമാണ്. അപ്പം ഇത്തരം ഒരു സമയത്ത് മറ്റൊരു ഏജൻസിക്ക് ഈ കേസ് ഫോർവേഡ് ചെയ്യുന്നത് ഈ കേസിനോ ഇതിന്റെ ഫാക്ടിനോ ഇതിന്റെ മെറിറ്റിനോ ഉപകാരപ്പെടില്ല എന്നുള്ളത് തീർച്ചയാണ്. അപ്പോ പാരന്റ്സ് അങ്ങനെ അവകാശപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് ആ ഒരു വൈകാരികമായിട്ടുള്ള ഒരു അവരുടെ വൈകാരികതയിൽ നിന്ന് വരുന്ന ഒരു റിക്വസ്റ്റ് ആണത്. പക്ഷേ അത് ഗവൺമെന്റിന് അത് അപ്ലൈ ചെയ്യുന്നതിൽ കുറെ പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിലവിലുണ്ട്. മാത്രമല്ല ഹൈക്കോടതിയും ആ ഒരു അപ്പീൽ തള്ളിയിട്ടുള്ളതാണ്. അപ്പൊ അതിലുള്ളൊരു സാധ്യത വളരെ കുറവാണ് എന്നാണ് തോന്നുന്നത്. ഒരു വൈകാരികമായതിന് അപ്പുറം ആ കേസിൽ മറ്റൊന്നും ഇല്ല എന്നാണോ പറഞ്ഞു വരുന്നത്? ഇപ്പൊ ആരോഗ്യ പറയുമ്പോ അതിന്റെ മെറിറ്റില് കാര്യങ്ങൾ പോയിട്ടുണ്ട്. ഇപ്പം തന്നെ ഇവര് ജാമ്യാപേക്ഷയും അതുപോലെ ഈ കുറ്റപത്രത്തിന്റെ മേലെയുള്ള ഒരു അപേക്ഷയും പ്രതിഭാഗം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നത് സെക്ഷൻ 308, അതായത് ഉപദ്രവിക്കാനുള്ള ശ്രമം മാത്രമാണ് പ്രതി നടത്തിയത് എന്ന് കുറ്റപത്രം മാറ്റി എഴുതണം എന്നുള്ള റിക്വസ്റ്റ് ആണ് അതിൽ പറയുന്നത്. പക്ഷെ അത്തരത്തിലല്ല കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ 3ഓളം പ്രധാനപ്പെട്ട സെക്ഷനുകൾ അതിൽ വരുന്നുണ്ട്. മാത്രമല്ല അന്വേഷണം അതിന്റെ ഏറ്റവും കാര്യക്ഷമമായ രൂപത്തിൽ തന്നെയാണ് അന്വേഷിച്ചിട്ടുള്ളതും അതിന്റെ റിപ്പോർട്ട് വന്നിട്ടുള്ളതും ഒക്കെ. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ ആ ഒരു കേസ് മറ്റൊരു ഏജൻസിയിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മാറ്റുന്നതോടുകൂടി അതിന്റെ പല തരത്തിലുള്ള മെറിറ്റുകളും അവിടെ നഷ്ടപ്പെടും.
പലതരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള ആസ്പെക്റ്റുകൾ അവിടെ നഷ്ടപ്പെടുമെന്നാണ് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഡോക്ടർ അശ്വതി സോമനിലോട്ട് വരാം. ഇത്തരത്തിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ കേസുകൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇതെല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്നത്. അല്ലാത്ത സമയങ്ങളിൽ ആരോഗ്യ പ്രവർത്തകർക്ക്, ഡോക്ടർമാർക്കായിക്കോട്ടെ നഴ്സുമാർക്കായിക്കോട്ടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ഒരു ഇതുണ്ടോ? അത് നല്ല അഭിപ്രായമുണ്ട്. കാരണം അത് നമ്മൾ ഒരു പൊതുവെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു ആശുപത്രിയിൽ വെച്ചിട്ട് ഒരു പ്രശ്നം ഉണ്ടായി, ഇല്ലെങ്കിൽ ഒരാൾ പറഞ്ഞു എന്നുണ്ടെങ്കിൽ ആദ്യം എല്ലാവരും പറയും സാരല്ല വിട്ടുകളാം പോട്ടെ എന്ന് പറയും. പക്ഷെ ഈ ഒരു ചെറിയ പ്രശ്നം അവിടുന്ന് ഉണ്ടായി, അവരത് വീട്ടിൽ പോയി പറഞ്ഞു അല്ലെങ്കിൽ നാട്ടിൽ പോയി പറഞ്ഞു, അതൊന്ന് ഊതിപ്പെരുപ്പിച്ചു, അത് ബാക്കി ഒരു 10 പേര് അറിഞ്ഞു, അത് കഴിഞ്ഞ് അവരത് ചോദ്യം ചെയ്യാൻ വീണ്ടും വരുമ്പോഴാണ് ഈ ഒരു ചെറിയ ഇഷ്യൂ ഇത്രയധികം ആളി കത്തിയെന്ന് ഈ പറയുന്ന ഡോക്ടർമാരോ അവിടുത്തെ സ്റ്റാഫോ അറിയുന്നത്. അതിനുശേഷം 1-2 വാക്ക് തർക്കം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞാൽ കയറുക, കോളറിന് പിടിക്കുക, ഇല്ലെങ്കിൽ അടിയാവുക എന്നുള്ള രീതിയിലേക്ക് അത് പുരോഗമിച്ചു വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ സിസ്റ്റത്തിൽ ഇല്ലാത്തൊരു പ്രശ്നം ഒരു പ്രോപ്പർ ഗ്രീവൻസ് റിഡ്രസൽ സിസ്റ്റം, അതായത് ഒരു പേഷ്യന്റിന് ഒരു ബുദ്ധിമുട്ടുണ്ടോ ഒരു ഡോക്ടറുടെ കാര്യത്തിൽ എന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ആയി പറയാൻ ഉള്ള ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്പേസ് അവിടെ വേണം. ഇവർ ആദ്യം ചെയ്യുക അവർക്ക് അറിയുന്ന നമ്പറിൽ വിജിലൻസിൽ അല്ലെങ്കിൽ DMOനെ വേറെ ആരെങ്കിലും വിളിച്ച് കംപ്ലൈന്റ് ചെയ്യാണ്. സോ ദാറ്റ് ഈ ഡോക്ടറെ വിളിച്ച് തിരിച്ച് കംപ്ലൈന്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നഴ്സിനെ വെച്ച് നിങ്ങളെ കുറ്റം പറയുമ്പോൾ അവർ പേടിയോട് കൂടി ഇവർ പറയുന്നത് കേൾക്കും എന്നുള്ളതാണ്. അവിടെ ഈഗോ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ, ഒരിക്കലും ഒരു പ്രോബ്ലം സൊല്യൂഷൻ അല്ല അവിടെ വരുന്നത്. ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് വളരെ നീറ്റായിട്ട് തന്നെ അവർക്കൊരു കംപ്ലൈന്റ് ഇന്ന ആളോട് പറഞ്ഞു, ഇന്ന സംഭവം ഇന്ന സമയത്ത് നടന്നിട്ടുണ്ട്, അത് എന്തുകൊണ്ടെന്നൊരു എൻക്വയറി നടത്തി അത് സോൾവ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണെങ്കിൽ അതാണ് അതിന്റെ പ്രോപ്പർ ആയ ഒരു വേ പോകുന്നത്. ഇത് ഒരുപാട് ഫാക്ടേഴ്സ് ആണ്. ഇതിപ്പോ നമ്മൾ വരുന്ന പേഷ്യൻസ്, ശരിയാണ് വന്ദനാദാസിന്റെ കേസിൽ വളരെയധികം ഉന്മത്തനായ ഒരു പേഷ്യന്റ് വന്നിട്ടാണ് പ്രോബ്ലം ഉണ്ടാക്കിയിട്ടുള്ളത്. ബട്ട് നമ്മൾ സാധാരണ കാണുന്ന ആൾക്കാർക്ക് തന്നെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ, ഒരു 1 hour വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഡോക്ടറെ കാണാൻ എന്ന് പറയുമ്പോൾ തന്നെ അവർ ദേഷ്യം പിടിച്ച് അവർ ഡോക്ടറെ കണ്ടു കഴിഞ്ഞിട്ട് ഫാർമസിയിൽ പോയിട്ട് മരുന്ന് വാങ്ങിയാൽ ചിലപ്പോൾ 4 മരുന്ന് എഴുതിയാലും 3 മരുന്നേ ഉണ്ടാവുള്ളൂ, ഒരു മരുന്ന് ഇല്ല എന്നറിഞ്ഞാൽ അവർക്ക് ദേഷ്യം പിടിക്കാൻ. ഇല്ലെങ്കിൽ അവർ എത്തുന്ന സമയത്ത് ഫാർമസി ബ്രേക്ക് ഉള്ള സമയത്താണ്, ഇപ്പൊ ഒരു 1 to 2 ബ്രേക്ക് ഉള്ള സമയത്താണ്, അത് അടുത്ത ദേഷ്യത്തിനായി അപ്പൊ അവിടെ കച്ചറിയാക്കി പ്രശ്നമാക്കി സാധനങ്ങൾ വലിച്ചെറിഞ്ഞു. സോ രണ്ടുപേരുടെയും ഒരു മെന്റൽ സ്റ്റാറ്റസ് മനസ്സിലാക്കി അവിടെ ഒരു തീരുമാനം എടുക്കാനും അതിന്റെ ഒരു ഫോളോ അപ്പ് അവിടെ വേണം. ഇതിന് വേണ്ട കാര്യങ്ങൾ ഒന്ന്, പേഷ്യൻസിനെ വളരെ പ്രോപ്പർ ആയിട്ട് വരുന്ന വ്യക്തികളെയും അവരുടെ കൂട്ടുകുടുംബം വളരെ നന്നായി ബോധവൽക്കരിക്കാനും അവർക്ക് വിവരങ്ങൾ പറയാനും ഇന്ന രീതിയിലാണ് നിങ്ങൾ പെരുമാറേണ്ടത് എന്ന് പറയാനും ജനങ്ങൾ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അത് മാത്രമല്ല ഇവരോട് സംസാരിക്കുന്ന ആരോഗ്യ പ്രവർത്തകർ, ഡോക്ടർ ആവട്ടെ, നഴ്സ് ആവട്ടെ, നഴ്സിംഗ് അസിസ്റ്റന്റ് ആവട്ടെ, അവിടുത്തെ സെക്യൂരിറ്റി ആവട്ടെ, ഏത് സ്റ്റാഫും ആവട്ടെ, ഇവരോട് ഈ പേഷ്യന്റിനോട് സംസാരിക്കുന്ന വ്യക്തിക്കും ആ ഒരു പ്രോബ്ലം നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. അപ്പൊ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാലാണ് ഒരു പ്രോബ്ലം ഉള്ളത്. പിന്നെ ചിലത് ഈഗോസ് അവിടെ വർക്ക് ചെയ്യുമ്പോൾ പ്രോപ്പർ ആയ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി നമ്മുടെ ഉന്നത അധികാരികൾക്ക് പറ്റണം. പക്ഷെ ആ സമയത്ത് എന്ത് ചെയ്യും, ഈ ഉന്നത അധികാരികൾ കിട്ടുന്ന ഒരു ചാൻസ് വെച്ചിട്ട് പലപ്പോഴും ഇപ്പൊ ഒരു ഡോക്ടറോട് ദേഷ്യം ഉണ്ടെങ്കിൽ ഒരു പ്രോബ്ലം കിട്ടി കഴിഞ്ഞാൽ കിട്ടിയ ചാൻസ് അല്ല ഇവർക്കിട്ട് 2 പണി കൊടുക്കാം എന്നുള്ള രീതിയിൽ വിചാരിക്കുന്ന ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അപ്പൊ അവരെ മാറ്റി നിർത്തി കൃത്യമായ രീതിയിൽ ഒരു പ്രോട്ടോകോൾ പ്രകാരം ഇത് ചെയ്യാൻ വേണ്ടി കഴിയണം. 2 കൈ കൂട്ടിയടിച്ചാലാണ് യൂഷ്വലി പ്രശ്നം ഉണ്ടാവുക. അൺലെസ് അൺടിൽ ഒരു ഇൻടോക്സിക്കേറ്റഡ് ആയ ആൾക്കാരാണ് വന്ദനയുടെ കേസിൽ അങ്ങനെയല്ല ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അതല്ലാതെ പൊതുവേ ഉണ്ടാവുന്ന ഒരു പ്രോബ്ലംസ്. അപ്പോൾ ദർ ഷുഡ് ബി ഒരു മിഡിൽ ലെവൽ കണ്ടെത്താൻ. അത് ചില സമയത്ത് ഒരു പെട്ടെന്ന് പൊട്ടിത്തെറിച്ചൊരു പേഷ്യന്റ് വരുമ്പോഴോ ഇല്ലെങ്കിൽ അത്രയധികം ഒരു 100-200 ആൾക്കാരെ നോക്കിയൊരു ഡോക്ടർ തളർന്നിരിക്കുമ്പോൾ ഇത് രണ്ടും അവിടെ നടക്കുന്നില്ല. അപ്പൊ അതിനുവേണ്ടി നമുക്ക് കൂടുതൽ ആൾക്കാരെ HR കൂട്ടുക, അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാനുണ്ട്. അതിൽ നമ്പർ 1 എന്ന് പറയാനുള്ളത് എഡ്യൂക്കേഷൻ ആണ്. ഇത്രയധികം പ്രോബ്ലംസ് ഉണ്ട്, ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു ആരോഗ്യ പ്രവർത്തകരെ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഇത്രത്തോളം ശിക്ഷ കിട്ടും എന്നുള്ളതിന്റെ ഒരു ബോധവൽക്കരണം ജനങ്ങളിൽ എത്തണം. സെക്കൻഡ്, എങ്ങനെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ആരോട് പറയണം, എങ്ങനെ കംപ്ലൈന്റ് ചെയ്യണം, എങ്ങനെ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് ആയിട്ട് നോക്കേണ്ടത്. ഇങ്ങനെ ചിട്ടയായിട്ട് നമ്മൾ ഓരോ സ്റ്റെപ്പ് വൈസ് പോവുകയാണെങ്കിൽ മാത്രം തന്നെയാണ് പ്രോബ്ലംസ് കുറയ്ക്കാൻ പറ്റുക. പക്ഷെ പൊതുവെ പലർക്കും ഒരാളെ കുറിച്ച് ഒരു കുറ്റം കേട്ട് കഴിഞ്ഞാൽ ആ കുറ്റത്തിനെ അല്ലെങ്കിൽ പ്രോബ്ലത്തിനെ കുറിച്ച് ഊതിപ്പെരുപ്പിക്കാനാണ് ഇഷ്ടം. പിന്നെ മിസ്ലീഡിങ് ന്യൂസസ് പലപ്പോഴും മീഡിയാസ് ഒരുപാട് ഹെൽപ്ഫുള്ളും ആണ്, ചില സമയത്ത് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഒരു ഡോക്ടറെ കുറിച്ചൊരു ന്യൂസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നെഗറ്റീവായ ഒരു കാര്യമായിരിക്കാം പുറത്തു വരുന്നത്, തലക്കെട്ടുകൾ അങ്ങനെ ആയിരിക്കാം. അപ്പൊ അത് കേൾക്കുന്ന ആൾക്ക് എങ്ങനെയാ കൂടുതലായിട്ട് ഡോക്ടർ അവരങ്ങനെ തന്നെ, അവർ മരുന്ന് മാഫിയയുടെ ആളാണ്. ഇപ്പൊ നമ്മൾ എഴുതുന്ന ഒരു 5 മരുന്ന് എഴുതി ഈ പറഞ്ഞ പോലെ 4 മരുന്ന് കിട്ടി, ഒരു മരുന്ന് കിട്ടിയില്ല, പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വരികയാണെന്ന് വന്നാലും
ഈ ഡോക്ടർ മരുന്ന് മാഫിയയുടെ ആളാണ്, അതാണ് പുറത്തുനിന്ന് മരുന്ന് എഴുതുന്നത്. ഈവൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ വരെ. അപ്പോ ചില ചെറിയ ചെറിയ ആൾക്കാർ അങ്ങനെ ഉണ്ടെങ്കിൽ കൂടി എല്ലാവരും, ഒട്ടുമിക്ക ആൾക്കാരും അങ്ങനെ അല്ല എന്നൊരു ധാരണയും കൂടി, ഒരു വിശ്വാസം കൂടി ജനങ്ങൾക്ക് കൂടുതലായി ഉണ്ടാവേണ്ടത് ഒരു അത്യാവശ്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും നമുക്ക് മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഉയർന്ന നിലവാരമുള്ള ഡോക്ടർ അശ്വതിയിലേക്ക് തന്നെ മടങ്ങിയെത്താം. ഡോക്ടർ, ഇത്തരത്തിൽ നിയമങ്ങൾ വരുന്നു, സർക്കാർ സംവിധാനങ്ങൾ വരുന്നു, പക്ഷേ ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ വേണ്ട വിധത്തിൽ ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? കാരണം ഇപ്പോൾ സെക്യൂരിറ്റി ജീവനക്കാരെ നിയമിക്കുന്നതിലടക്കം ഇത്തരത്തിൽ ഫിസിക്കലി ഫിറ്റ് അല്ലാത്ത, ഇപ്പോൾ ഒരു നല്ല ആരോഗ്യവാനായ ഒരു ഇത്തരത്തിലൊരു രോഗി വന്ന് എന്തെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ അത് തടയാൻ മാത്രം കെൽപ്പുള്ള ഒരു സെക്യൂരിറ്റി ജീവനക്കാരെ നിയമിക്കുന്നതിലടക്കം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് വീഴ്ച വരുത്തുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു PHC-യിലാണ്. അപ്പൊ അവിടെ അങ്ങനെ ഒരു സെക്യൂരിറ്റി എന്നുള്ള ഒരു പോസ്റ്റ് നമുക്ക് അവിടെ വന്നിട്ടില്ല. കാഷ്വാലിറ്റി ഇപ്പൊ നമ്മളും ഓപ്പൺ OP തന്നെയാണ് ഇരിക്കുന്നത്. കാഷ്വാലിറ്റി ഉള്ളത് വലിയ ഹോസ്പിറ്റൽസിലൊക്കെയാണ് നമുക്ക് ഇങ്ങനത്തെ സെക്യൂരിറ്റി ജീവനക്കാരെ കൂടുതലായിട്ട് കാണാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. അപ്പം എനിക്കതിന് കൃത്യമായി അറിയില്ല. പക്ഷെ എന്നാൽ പോലും ചില കാര്യങ്ങൾ, ഇപ്പോ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നിട്ട് ഫുള്ളായി നമ്മളെ രക്ഷിക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നതിൽ മാത്രം കാര്യമില്ല. കാരണം ഇപ്പൊ നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ ഒരു സെക്യൂരിറ്റിക്കാരൻ വന്നിട്ട് വടിയെടുത്തിട്ട് ആൾക്കാരെ അടിച്ച് ഓടിച്ച് മോഹൻലാലിനെ പോലെ നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു സെക്യൂരിറ്റിക്കാരനെ നമുക്ക് ശരിക്കുള്ള ജീവിതത്തിൽ കിട്ടാൻ സാധ്യതയില്ല. എല്ലാവർക്കും അവരുടെ ജീവനിൽ കൊതിയുള്ള ആൾക്കാർ തന്നെയാണ്. ഒരു ജോലി എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവർ വരിക. പക്ഷെ എന്നാൽ പോലും ആ ഒരു ജോലിയുടെ ഭാഗമായി നമ്മളൊരു പരിധി വരെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്, ഇല്ലെങ്കിൽ ഈ വരുന്ന സമയത്ത് നമുക്കിടയിൽ ഒരു മറയായി നിൽക്കാൻ വേണ്ടി മാത്രമാണ് ഒരു സെക്യൂരിറ്റി ജീവനക്കാരന് സാധിക്കുക. അതിപ്പോ ശരിയാണ്, കുറച്ച് പ്രായമാകുമ്പോൾ അതിന്റെ എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അവരെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരെ എടുക്കുന്ന സമയത്ത് അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കേണ്ട ഒരവസ്ഥയാണ്. അതല്ലാതെ ഒരു പോലീസ് ചെയ്യേണ്ട ഒരു കാര്യം ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ ചെയ്യും എന്ന് വിചാരിക്കുന്നതോ അതിനുവേണ്ടി അയാളെ പ്രാപ്തനാക്കുന്നതോ ഒരു ശരിയായ നടപടിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ്, നമുക്കൊരു സിസ്റ്റം, അതായത് ഇപ്പൊ ഒരു ഡോക്ടറുടെ അടുത്തേക്ക് എത്തുമ്പോൾ കാഷ്വാലിറ്റിയിൽ 10 പേര് ഒന്നിച്ചൊരു കാഷ്വാലിറ്റിയിൽ എത്തുമ്പോഴായിരിക്കും ചിലപ്പോൾ ആ ഒരു ഇമോഷണൽ ബേസ്റ്റ് കാരണം പലരും അടിച്ചു തകർക്കാൻ വേണ്ടി നിൽക്കുക. ബട്ട് അതിന് പകരം രോഗിയോ രോഗിയുടെ അടുത്ത ബന്ധുവോ മാത്രം കാഷ്വാലിറ്റി അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് ഒരു വ്യക്തിയോട് മാത്രം. ആദ്യം രോഗിയുടെ കൂടെ വരുന്ന ഒരാളായിരിക്കും, ഏട്ടനായിരിക്കാം, പിന്നെ അച്ഛനായിരിക്കാം, പിന്നെ അമ്മയായിരിക്കാം, ആരാണെങ്കിലും ആ ഒരു എല്ലാവരോടും പറയുമ്പോൾ ഈ ഡോക്ടറുടെ സമയവും എല്ലാം പോവാണ്. അപ്പൊ ഒരാളെ അതിനുവേണ്ടി നിയോഗിക്കുന്ന ഒരു രോഗിയും അവരോട് തന്നെ സംസാരിക്കാനും ഉള്ള രീതിയിലുള്ള സ്റ്റെപ്പ് വൈസ് സിസ്റ്റങ്ങളാണ് നമുക്ക് കൂടുതലായിട്ട് വേണ്ടത്. അത് തന്നെ ആ ഒരു ഡോക്ടറുടെ അടുത്ത് എത്താൻ വേണ്ടിയുള്ള ഒരു സമയം എടുക്കുമ്പോൾ, ഓരോ സ്ഥലത്തും പോകുമ്പോൾ ഈ ഒരു പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ കിട്ടാനുള്ള ഒരു എന്താ പറയാ ഒരു സ്ട്രെങ്ത്, ഒരു ഭയങ്കര ഇമോഷനിൽ നിൽക്കുന്ന സമയത്ത് കുറച്ച് സമയം എടുത്ത ഒരാളുടെ അടുത്ത് എത്തുമ്പോൾ പലപ്പോഴും നമ്മൾ തന്നെ ശാന്തരായിരിക്കും. അങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവരാൻ പറ്റും. അല്ലാണ്ട് സെക്യൂരിറ്റിക്കാരെ എടുക്കുന്നതിൽ മാത്രമല്ല, അതൊരു പോസ്റ്റാണ്. നമ്മളെ സഹായിക്കാനോ നമ്മുടെ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടോ സഹായിക്കാവുന്ന ഒരു പോസ്റ്റ് തന്നെയാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ HR കൂടുതൽ ആൾക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 3-4 ആൾക്കാർ വരികയാണ് നമ്മളെ സഹായിക്കാൻ, അത്രയും നല്ലത്. അപ്പോ അത്രമാത്രമേ അതിനെ കാണേണ്ടതുള്ളൂ എന്നാണ് എനിക്ക് പേഴ്സണലി അഭിപ്രായം. കാരണം ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അത് പോലീസും ഇല്ലെങ്കിൽ നമ്മുടെ ഇടയിലുള്ള നിയമവ്യവസ്ഥയാണ് ഇടപെട്ടിട്ട് ആ ഒരു പ്രോബ്ലത്തിന് ആ ഒരു പ്രോപ്പർ സൊല്യൂഷനിലേക്ക് എത്തിക്കേണ്ടത്. അല്ലാണ്ട് ഒരു സെക്യൂരിറ്റി ഉള്ളതുകൊണ്ട് മാത്രം ഒരാളുടെ ജീവൻ രക്ഷിക്കപ്പെടാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതെ, തീർച്ചയായും. വിപിൻ ചന്ദ്രനിലോട്ട് വരാം. സാർ, എപ്പോഴെങ്കിലും ഇതാണ് ഞങ്ങൾ നേരിടുന്ന പ്രശ്നം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു എന്ന് അധികാരികളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? എന്തായിരുന്നു അതിൻ്റെ ഒരു? നിരവധി തവണ ആണെങ്കിൽ ഞങ്ങളുടെ മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ മറ്റ് എൻ്റെ അടുത്ത് ജില്ലയിലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ അധികാരികളെ എത്തിച്ചിട്ടുണ്ട്. നമ്മുടെ ഇപ്പം ഞാൻ ഹോസ്പിറ്റലിൽ വർക്കുന്ന സൂപ്രണ്ടിനെയും ചില സമയങ്ങളിൽ ജില്ലാ കളക്ടറിന്റെ അടുത്ത് വരെയും എത്തിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ എത്തിച്ചിട്ടുണ്ട്. നമുക്ക് അനുകൂലമായിട്ട് തന്നെയാണ് ഇതുവരെയും അധികാരികളെല്ലാം നിന്നിട്ടുള്ളത്. പക്ഷെ ഇതേ ഉള്ളൂ, ഈ പിടിക്കപ്പെടുന്ന
പ്രതികളെന്ന് പറയുന്ന ആൾക്കാര് ഇവർക്ക് വന്നിട്ട് എന്ത് ശിക്ഷയാണ് നമ്മുടെ ഇവിടെ കിട്ടുന്നതെന്ന് പിന്നെ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ആണെങ്കിൽ ഞാൻ കാണാനിടയായി വന്ദനദാസിനെ ആക്രമിച്ച പ്രതിയെ വന്നിട്ട് പോലീസുകാര് കൊണ്ടുപോകുന്നത്. പുള്ളിക്കാരനെ തന്നെ കണ്ടു നോക്കും, എന്ത് ഹെൽത്തിയും ഇത്. അതായത് നമ്മള് അത്ര വലിയ സുരക്ഷയാണ് നമ്മളിവിടെ പ്രതികൾക്ക് വരെ നമ്മളാണെങ്കിൽ ഇവിടെ കൊടുക്കുന്നത്. അപ്പം അത് തീർച്ചയായിട്ടും വീണ്ടും ഒരാൾക്ക് തെറ്റ് ചെയ്യാനായിട്ട് അവർക്കതൊരു പ്രചോദനമാകത്തേ ഉള്ളൂ. കാര്യം ഇവിടെ എന്ത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും ശിക്ഷ ഇത്രേ ഉള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. നഷ്ടപ്പെടുന്നതാരാ? ഞങ്ങൾ ആരോഗ്യ പ്രവർത്തകർക്ക് മാത്രമാണ്. കാര്യം ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന സമയത്ത് ഞങ്ങളാണെങ്കിൽ ഈ പേഷ്യൻസ്, ചിലവര് ബൈസ്റ്റാൻഡേഴ്സ്, ഇവരൊന്നിനും ഇവർക്ക് പെടപെടയുന്ന കാര്യങ്ങൾ നടക്കണം. എന്ത് കാര്യവും പെട്ടെന്ന് ഇവരാരും വെയിറ്റ് ചെയ്യാൻ തയ്യാറല്ല. ഇവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇവർക്ക് നല്ല മെന്റലി നല്ല സപ്പോർട്ട് കാര്യങ്ങളൊക്കെ കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഡോക്ടർ അശ്വതി സോമൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ഗ്രീവൻസ് റിഡ്രസൽ സിസ്റ്റം തീർച്ചയായിട്ടും ഓരോ ആശുപത്രിയിലും ഉണ്ടാകണം. തീർച്ചയായിട്ടും എല്ലാ ആശുപത്രിയിലും ലോസ് ഈ നിയമങ്ങൾ ഡിസ്പ്ലേ ചെയ്യണം എല്ലാ ആശുപത്രിയിലും. എന്നാൽ മാത്രമേ പൊതുജനങ്ങൾക്ക് അറിയത്തുള്ളൂ. ആരോഗ്യ പ്രവർത്തകർ അടുത്ത് മോശമായിട്ട് സംസാരിക്കുകയോ അവരെ കയ്യേറ്റം ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഞങ്ങളുടെ നിയമങ്ങൾ എന്നുള്ളത് പൊതുജനങ്ങൾക്ക് ഒരു അറിവില്ല. അത് അവർക്ക് അറിവുണ്ടാക്കണം. ഇതേപോലെ ചില ഇടക്കിടക്ക് ഓരോ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് എല്ലാവരും ഇതേപോലെ ശ്രദ്ധിക്കുന്നത് തന്നെ. പിന്നെ മാൻ പവർ ശരിക്കും കൂട്ടണം. പിന്നെ സെക്യൂരിറ്റിമാരൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ കൂട്ടണം. ഇപ്പൊ മുമ്പ് ഡോക്ടർ ജി പറഞ്ഞ പോലെ തന്നെ സെക്യൂരിറ്റിമാർക്ക് ആരെയും കയറി ആക്രമിക്കാനോ അങ്ങനൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല, നിയമം അനുശാസിക്കുന്നില്ല. പക്ഷെ അവർക്കൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരാണെങ്കിൽ കോടതി കയറി ഇറങ്ങി നടക്കേണ്ടി വരുന്നത് കാരണമാണ് അവർ വന്നിട്ട് ഒന്നിനും ഇടപെടാതെ മാറി നിൽക്കുന്നതും അവർ സ്വന്തം ജീവനെ അത്രയേറെ പേടിക്കുന്നതും. പിന്നെ ആണെങ്കിൽ നമ്മുടെ പോലീസ് ഹെഡ് പോസ്റ്റ് എല്ലാ ആശുപത്രിയിലും കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും. അത് ഓരോ PHCയിലും ഒരു പോലീസ് ഹെഡ് പോസ്റ്റ് മൊത്തത്തിൽ കൊണ്ടുവന്നില്ല എങ്കിലും ഒരു പോലീസിനെയെങ്കിലും ഡ്യൂട്ടി കിട്ടിയിരുന്നെങ്കിൽ വളരെയേറെ നല്ലതായിരുന്നു, എസ്പെഷ്യലി നൈറ്റ് ഡ്യൂട്ടി സമയത്ത്. ഓക്കെ, അത്രയും. അഡ്വക്കേറ്റ് അഷ്കർ, ഇത്തരത്തിൽ ഇപ്പോൾ ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകത്തിന് ശേഷം കുറച്ച് അക്രമങ്ങൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് നിയമം കുറച്ചും കൂടി ശക്തമായി വന്നത്. അതുകൊണ്ടായിരിക്കാം അക്രമങ്ങൾ കുറഞ്ഞതും. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ക്രൈമും ഇപ്പോൾ ഡോക്ടേഴ്സിന് നേരെ മാത്രമല്ല ബാക്കി ഓരോ മേഖലയിലും ഇത്തരത്തിൽ ഒരുപാട് ക്രൈം നടക്കുന്നുണ്ട്. അപ്പം നമ്മുടെ നിയമ സംവിധാനം അത്രത്തോളം പോരാത്തത് കൊണ്ടല്ലേ ഈ ഇത്തരത്തിലുള്ള ക്രൈമുകളും നടക്കുന്നത്? എനിക്ക് ഈ ഒരു വിഷയത്തില് ഇപ്പം ഡോക്ടർ അശ്വതി പറഞ്ഞിട്ടുള്ള ആ ഒരു പോയിന്റ് ആണ് അണ്ടർലൈൻ ചെയ്യാനുള്ളത്. നമ്മള് നിയമം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പബ്ലിക്കിന് മനസ്സിലാക്കി കൊടുക്കണം. അപ്പൊ ഒരു പബ്ലിക് അവയർനെസ് ആണ് ഇതിൽ വേണ്ടതെന്നാണ് തോന്നിയിട്ടുള്ളത്. എങ്ങനെയാണ് നിയമങ്ങൾ, അല്ലെങ്കിൽ ഇപ്പം ഒരു ഹോസ്പിറ്റൽ ആവട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്പേസ് ആവട്ടെ, ആ ഒരു സ്പേസിൽ പാലിക്കേണ്ട മര്യാദകൾ എന്താണ് എന്നുള്ളത് പബ്ലിക്കിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള പരിപാടികൾ നമ്മുടെ എക്സിക്യൂട്ടീവ്സ് പ്ലാൻ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നല്ല രീതിയിൽ നിയമം എക്സിക്യൂട്ട് ചെയ്യാനുണ്ടാവുന്ന അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന മാർഗം എന്നാണ് തോന്നുന്നത്. അല്ലാതെ നമ്മൾ കുറെ നിയമങ്ങളുണ്ട്, കുറെ ശിക്ഷകൾ പറയുന്നുണ്ട്, പക്ഷെ അതൊന്നും ആപ്ലിക്കബിൾ അല്ല, അല്ലെങ്കിൽ നിയമം കൊണ്ടൊന്നും കാര്യമില്ല എന്നുള്ള കൃത്രിമമായിട്ട് ഉണ്ടാക്കപ്പെട്ടുള്ള ഒരു പൊതുബോധമുണ്ട്. ആ പൊതുബോധത്തെ പൊളിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ജനത്തിന് ഞങ്ങളെ സംരക്ഷിക്കാൻ ഉതകുന്നതാണ് ഇവിടുത്തെ നിയമങ്ങൾ എന്നുള്ള ഒരു ബോധം ഉണ്ടായാൽ മാത്രമേ ആ ഒരു പൊതുബോധം അവിടെ ഇല്ലാതാവുള്ളൂ. അപ്പൊ അത്തരത്തിലൊരു കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പബ്ലിക്കിന് കൃത്യമായിട്ട് ഇങ്ങനെയാണ് നിയമങ്ങൾ, ഇങ്ങനെയാണ് അവർ ആവശ്യപ്പെടുന്നത്, നിയമം ആവശ്യപ്പെടുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ പാലിക്കേണ്ട മര്യാദകൾ ഇതൊക്കെയാണ് എന്നുള്ളത് ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള പരിപാടികൾ ഗവൺമെന്റ് നേതൃത്വത്തിൽ ആവിഷ്കരിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ ഇതിലൊരു പരിഹാരം ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ബാക്കി നിയമം എന്നുള്ളത് നിയമത്തിന്റെ വഴിക്ക് പോകുന്നതും നിയമം നമ്മുടെ കാര്യങ്ങളിലൊക്കെ നമ്മളെ സഹായിക്കാൻ ഉണ്ടാവേണ്ടതുമാണ്. ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് എല്ലാ സ്പേസുകളിലും, ആശുപത്രികൾ മാത്രമല്ല എല്ലാ സ്പേസുകളിലും അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് മാക്സിമം സുരക്ഷ ഉറപ്പ് വരുത്താനുള്ള എല്ലാ ബാധ്യതയും ഇവിടുത്തെ ഭരണകൂടത്തിന് തന്നെയാണ്, നിയമങ്ങൾക്ക് തന്നെയാണ്. അതൊക്കെ കൃത്യമായ രൂപത്തിൽ ആവിഷ്കരിക്കാനും പ്രാക്ടിക്കബിൾ മീൻസ് ഒരു നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് നടത്തുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാനുള്ളത്. ഇപ്പോൾ ഈ ഇത്തരത്തിൽ ഈ പ്രതി മാനസിക രോഗിയാണെന്നുള്ള തരത്തിലൊക്കെ തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ നിയമപരിരക്ഷ ലഭിക്കും, അയാൾക്ക് പുറത്തിറങ്ങാൻ ജാമ്യം കിട്ടും, പുറത്തിറങ്ങാൻ പറ്റും. അപ്പോൾ അത്തരം കേസിൽ ഇപ്പോൾ പലപ്പോഴും അങ്ങനെ ആക്കി വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന കേസുകളും ഉണ്ടല്ലോ. അപ്പോൾ ഇത്തരത്തിൽ നിയമത്തോടുള്ള അല്ലെങ്കിൽ നമ്മുടെ കോടതികളോടുള്ള ജനങ്ങളുടെ ഒരു വിശ്വാസം ഇല്ലാതാവുകയല്ലേ ചെയ്യുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യപ്പെടുന്നുണ്ട്. കൃത്യമായിട്ട് ആളുകൾ
ഫേക്ക് റിസൾട്ടുകൾ അല്ലെങ്കിൽ ഫേക്ക് എവിഡൻസുകൾ ഉണ്ടാക്കിയിട്ട് കേസുകളിൽ നിന്ന് ഊരി പോകുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ഈ പറഞ്ഞതുപോലെ മെന്റലി സ്റ്റേബിൾ അല്ല എന്നുള്ള കാരണത്താൽ അല്ലെങ്കിൽ ആ കാരണം കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ട് അതൊരു ഡിഫൻസ് ആക്കി എടുത്തിട്ട് ഊരിപ്പോരുന്ന കേസുകളിൽ നിന്ന് വിടുതി നേടുന്ന ഒരുപാട് സംഭവങ്ങൾ, ഇൻസ്റ്റൻസുകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിനും നമുക്ക് പ്രായോഗികമായിട്ട് നമ്മളെ സഹായിക്കാനുള്ള നിയമം തന്നെയാണ്. അത് ഈ പറയുന്ന ഇവർക്ക് എല്ലാ തരത്തിലുള്ള സംരക്ഷണവും നൽകുന്ന നിയമങ്ങൾ തന്നെയാണ് നമുക്ക് നമ്മളെ സംരക്ഷിക്കാനും നമ്മുടെ റൈറ്റുകൾ ഉറപ്പുവരുത്താനും നമുക്ക് എടുക്കാനുള്ള ഒരു പരിചയം അല്ലെങ്കിൽ ഒരു ആയുധമായിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ ഒരു സിസ്റ്റം, ഗ്രീവൻസുകൾ റിഡ്രസ് ചെയ്യാനുള്ള സിസ്റ്റം ഇല്ലായ്മ എന്നൊരു പ്രശ്നം പറഞ്ഞു. പക്ഷെ നമ്മുടെ പുതിയ ഭേദഗതിയിൽ ഈ പറയുന്ന 3 ടയർ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ എത്രത്തോളം അത് നടപ്പിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. എല്ലാ സ്ഥലങ്ങളിലും ഈ പറയുന്ന ഔട്ട് പോസ്റ്റുകളും CCTV ക്യാമറകളും ഇത്തരത്തിലുള്ള സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ നടപ്പിലായിട്ടുണ്ടോ എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. നിയമം അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് ആ നിയമത്തിന്റെ ഡ്രാഫ്റ്റ് വായിച്ചാൽ അറിയാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഈ 3 ടയർ സിസ്റ്റം റിഡ്രസ് ചെയ്യാനുള്ള സിസ്റ്റം അവിടെ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളത് നിയമം സ്ട്രെസ് ചെയ്ത് പറയുന്ന കാര്യം തന്നെയാണ്. പക്ഷേ നമ്മളുടെ അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിലുള്ള വീഴ്ച മാത്രമാണ് നിലവിൽ നമ്മുടെ സമൂഹത്തിലുള്ളത്. നിയമം തന്നെയാണ് പരിഹാരം. നിയമം വെച്ച് തന്നെ മുന്നോട്ട് പോവാം എന്നുള്ളതാണ് ഒരു വിഷയത്തിൽ പറയാനുള്ളത്. തീർച്ചയായും. അപ്പം എന്തായാലും ഡോക്ടർ വന്ദനാദാസിൻ്റെ ഒരു കൊലപാതകത്തിന് ശേഷം ഇത്തരം കേസുകൾ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഇത്തരത്തിൽ ഡോക്ടർമാരോട് മോശമായി പെരുമാറുന്നവരെ തന്നെ നമ്മൾ ചുറ്റിലും കാണുന്നുണ്ട്. ഡോക്ടർ അശ്വതി സോമൻ, എന്താണ് ഇത്തരത്തിൽ വരുന്നവരോട് പറയാനുള്ളത്? നിങ്ങളുടെ മുമ്പിലെത്തുന്ന ഒരു രോഗിയോട് ഇത്തരത്തിൽ നിങ്ങളോട് മോശമായി പെരുമാറാൻ നിലയിൽ മാനസികാവസ്ഥ അങ്ങനെ വരുന്ന ഒരു രോഗിയോട് എന്താണ് പറയാനുള്ളത്? ബേസിക്കലി പണ്ടൊക്കെയാണ് ഡോക്ടർമാരെ ദൈവമായിട്ട് ഇവര് വിചാരിച്ചിട്ടുണ്ടാവുന്നത്. പക്ഷെ വരുമ്പോ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളെ പോലെ തന്നെ ഉള്ളൊരു വ്യക്തിയാണ് ഒരു ഡോക്ടറും OPയിൽ ഇരുന്ന് നിങ്ങളെ നോക്കുന്ന ഒരാള്. ചില സമയത്ത് ഡോക്ടർക്ക് നിങ്ങളുടെ അസുഖങ്ങൾ പരിശോധിച്ചിട്ട് ഇന്ന രീതിയിൽ ചെയ്താൽ അത് നോർമൽ ആക്കാം എന്നുള്ളൊരു സജഷനോ അല്ലെങ്കിൽ മരുന്നുകളെ തരാൻ പറ്റുള്ളൂ. അല്ലാണ്ട് 100% ക്യൂർ നിങ്ങൾക്ക് തരാൻ പറ്റും എന്ന് ഒരു ഡോക്ടറും പറയില്ല. പിന്നെ നിങ്ങൾ കഴിക്കുന്ന ഏതൊരു മരുന്നിനാണെങ്കിലും ചെറിയ പാർശ്വഫലങ്ങൾ ഉണ്ടാവാനും അല്ലെങ്കിൽ എന്ത് സർജറി ചെയ്താലും അതിനൊരു കോംപ്ലിക്കേഷൻ ഉണ്ടാവാനും സാധ്യത ഉണ്ട് എന്നുള്ളതും ഈ വരുന്നൊരു രോഗിക്ക് മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, ഞാൻ ഇന്ന പോസ്റ്റിൽ ഇരിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഞാൻ പഞ്ചായത്തിലെ ഇന്ന ആളാണ്, അല്ലെങ്കിൽ ഞാൻ നാട്ടുകാരുടെ ഇടയിൽ പറ്റിയ ആളാണ്, അതുകൊണ്ട് പെട്ടെന്ന് എന്നെ വന്ന് നോക്കി കണ്ട് പോണം എന്ന് പറഞ്ഞ് നിങ്ങൾ അവിശ്വസിക്കും. നിങ്ങൾ ചോദിക്കുകയാണ് ഒരു ഡോക്ടറോട് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ആ തിരക്കുള്ള ഒരു OPയിൽ നിന്ന് മറ്റൊരു ആളുടെ അസുഖവും നിങ്ങളുടെ അസുഖവും വെച്ചിട്ട് അവര് നിങ്ങൾക്ക് ഒരു പ്രയോറിറ്റി തരാം? ഇതൊക്കെയാണ് എപ്പോഴും പ്രശ്നം ഉണ്ടാവുന്ന ഏരിയാസ്. പിന്നെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായില്ല ഒരു ഡോക്ടർ പറഞ്ഞ, നിങ്ങൾ കാണുന്ന ഡോക്ടർ എന്നുണ്ടെങ്കിൽ, പിന്നെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുകയാണ് ഈ ഡോക്ടർ മരുന്ന് മാഫിയയുടെ ആളാണ്, അല്ലെങ്കിൽ ആ ഡോക്ടർ കൂടുതൽ മരുന്നുകൾ എഴുതുന്നുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ ടെസ്റ്റുകൾ എഴുതുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ആ ഡോക്ടറെ മാറ്റാം. തീർച്ചയായും നമുക്ക് സമയപരിമിതി മൂലം ചർച്ച അവസാനിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ചർച്ചയിൽ പങ്കെടുത്തത് അഡ്വക്കേറ്റ് അഷ്കർ, ഡോക്ടർ അശ്വതി സോമൻ, നഴ്സ് വിപിൻ ചാണ്ടി എന്നിവരാണ്. നന്ദി. നമ്മുടെ ചർച്ച അവസാനിപ്പിക്കുന്നു. നന്ദി. കൃത്യമായി